നമസ്കാരം. അപ്പോൾ എല്ലാ മച്ചാമാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ദ വണ്ടർസ് കപ്പിളിൻ്റെ പുതിയൊരു കിടുക്കാച്ചി യാത്രാ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടർസ് കപ്പിളിൻ്റെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ US-ലെ സൗത്ത് കാരോലൈന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു തുറമുഖ പട്ടണമായ ചാൾസ്റ്റൺ എന്ന് പറയുന്ന 1670 ഫൗണ്ട് ചെയ്ത വളരെ പഴക്കം ചെന്ന വളരെ മനോഹരമായ ഒരു പട്ടണമാണ് ഈ ചാൾസ്റ്റൺ ടൗൺ. അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത അധ്യായം രചിക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ചാൾസ്റ്റൺ ടൗൺ. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മളിന്ന് അടിച്ച് പൊളിക്കുന്നതായിരിക്കും. ഒരു അടിപൊളി മോർണിംഗ് ആണ്. എന്താ പറയുക, നല്ല പെർഫെക്റ്റ് കാലാവസ്ഥയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ കാലത്ത് തന്നെ നൈസായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്വീറ്റ് വാട്ടർ കഫേ എന്ന് പറയുന്ന ഒരു അടിപൊളി, നമ്മളതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല കിടിലൻ റിവ്യൂ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ വിശക്കണവരൊക്കെ പോയി നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരാശയില്ല, കിടു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് കഴിച്ചത്. കാരണം വളരെ വ്യത്യസ്തമായൊരു ട്രിപ്പാണ് നമ്മളിന്ന് മോർണിംഗിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ നീളുന്ന ഒരു വാക്ക് ടൂറാണ്. വാക്കിംഗ് നമ്മൾ, അതായത് ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും വളരെ എന്താ പറയുക, പ്രധാനപ്പെട്ട ചില ബിൽഡിങ്ങുകൾ, ഏരിയകൾ, അതൊക്കെ നമ്മൾ ഒരു വാക്കിംഗ് ടൂറാണ് ചെയ്യുന്നത്. ടൗൺ പതുക്കെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നമുക്ക് കാണാം അവിടെ ഇവിടെയും. ഈ പട്ടണത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം 4 കോർണർ ലോ എന്നറിയപ്പെടും. അതായത് ഇതിൻ്റെ ഈ ഒരു ജംഗ്ഷൻ്റെ 4 സൈഡിലും നിയമപരമായിട്ടുള്ള 4 ബിൽഡിങ്ങുകളാണ്. അതുകൊണ്ടാണ് ഈ ടൗണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോർണറായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ജംഗ്ഷനിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4 ബിൽഡിങ്ങുകൾ ഇതാണ്. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്നത് ഇവിടുത്തെ ഫെഡറൽ കോർട്ടാണ് ഈ രാജ്യത്തിൻ്റെ. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ചർച്ചാണ്, അതായത് റിലീജിയസ് ലോയെ സൂചിപ്പിക്കുന്നതിനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ സിറ്റി ഹാളാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ കാണുന്നത് ഈ കൗണ്ടിയുടെ കോർട്ടാണ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ബാസ്ക്കറ്റുകളാണ്. ഇതൊരു തരം പുല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. 1737 സ്ഥാപിച്ച ഇവിടുത്തെ ഈ സൗത്ത് കാരോലൈനയിലെ സൊസൈറ്റി ഹാളാണ് ഈ കാണുന്നത്. വളരെ എന്താ പറയുക, അവരുടെ കലാ സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ ബിൽഡിംഗാണിത്. ഈ ടൗണിലൊരു പ്രധാന ടൂറിസ്റ്റ് ആക്ടിവിറ്റീസാണ് ഇതേപോലത്തെ
കുതിരവണ്ടിയിൽ ഈ ടൗണ് മൊത്തം ചുറ്റിക്കറങ്ങി. അപ്പോൾ അതിലെ ആ ഗൈഡ് നമുക്ക് ഈ ഒരു പട്ടണത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. നമ്മളിപ്പോൾ ഈ ഉള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റൽ ആൻഡബെല്ലാം ഹൗസസ് ഏരിയ എന്ന് പറയും. അതായത് ഈ ഒരു ഏരിയയിലുള്ള വീടുകളൊക്കെ ഏകദേശം 400-300 ആ ഒരു റേഞ്ചിൽ പഴക്കമുള്ള വീടുകളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻഡബെല്ലാം ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് മറ്റൊരു വീടുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. അതായത് അതിൻ്റെ ചുമരുകൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വീട് ഇവിടെ ഒരു വീട് അവിടെ അങ്ങനെ ഒരു സിസ്റ്റം അല്ല. പക്ഷേ ഓരോ വീടും അതിൻ്റെ ചുമരുകൾ പരസ്പരം ഇങ്ങനെ എന്താ പറയുക കണക്ട് ചെയ്തിട്ട് കിടക്കുന്ന ഒരു അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഭാഗത്തെ ഈ വീടുകൾ മുഴുവൻ. ഇത് കണ്ടോ, ഇത് രണ്ട് വീടാണ്, പക്ഷേ അത് ജോയിൻ ചെയ്തിരിക്കുന്നതുണ്ടോ. ഈ വീടിൻ്റെ ഭിത്തിയും ആ വീടിൻ്റെ ഭിത്തിയും പരസ്പരം ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഈ വീടുകളൊക്കെ അതേപോലെയാണ്. ആദ്യത്തെ ഒരു ബിൽഡിങ്, ഇത് വേറൊരു ബിൽഡിങ്, അത് വേറൊരു ബിൽഡിങ്. പക്ഷേ ഒരു രണ്ട് ബിൽഡിങ് തമ്മിൽ യാതൊരു ഗ്യാപ്പും ഇല്ല. അതിൻ്റെ ചുമരുകളൊക്കെ എന്താ പറയുക പരസ്പരം ചേർന്ന് അങ്ങനെ ഒരു സ്റ്റൈലുള്ള ബിൽഡിങ്ങുകളാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം. ഞാൻ സൂചിപ്പിച്ച പോലെ 400 വർഷം പഴക്കമുള്ളത്, 300 വർഷം പഴക്കമുള്ളത്, അത്രയും പഴക്കമുള്ള വീടുകളാണ് ഈ ഒരു ഏരിയയിൽ. ഏകദേശം 300 വർഷം പഴക്കമുള്ളൊരു വീടാണിത്. ഹേവാർഡ് വാഷിങ്ടൺ ഹൗസ് എന്ന് പറയും. വളരെ എന്താ പറയുക അത്രയും പഴക്കമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഭംഗി അതേപടി അവർ സൂക്ഷിക്കുന്നുണ്ട്. ഈ ചാൾസ്റ്റൺ എന്ന് പറയുന്ന പട്ടണത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദ്യത്തെ ബിൽഡിംഗ് ആണ് നമ്മുടെ നേരെ മുമ്പിൽ ഈ കാണുന്നത്. ആ ഒരു പച്ച കളറ് ജനൽപ്പാളികളൊക്കെ ആയിട്ടുള്ള ബിൽഡിങ് റോബർട്ട് ബ്രിട്ടോൺ ഹൗസ് എന്ന് പറയും. അത് ആ ഹൗസ് ഓണറുടെ പേരാണ്, റോബർട്ട് ബ്രിട്ടോൺ. 1682 പണി കഴിപ്പിച്ച ഒരു ചർച്ചാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ റോമൻ സ്റ്റൈലുള്ളൊരു കെട്ടിടമാണിത് ഈ ചർച്ച്. പഴയ കാലത്തെ ഇഷ്ടിക പേയ്മെൻ്റ് ഉള്ള റോഡ്, നല്ല മനോഹരമായ സ്ട്രീറ്റാണ്. അത്രയും പഴക്കമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഭംഗി, ഒരു പഴമയുടെ ആ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിടു ഐറ്റം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഒരു വാഴച്ചെടി കാണുന്നത്. ഈ ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്നത് സെൻട്രൽ പെൻസിൽവാനിയയിലാണ്. ആ സ്ഥലത്ത് ഇമാതിരി ഐറ്റംസ് ഒന്നുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു സംഭവം നമ്മളിവിടെ കണ്ടെത്തി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിൽ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൊങ്ങിണിച്ചെടി എന്ന് പറയും. നമ്മൾ ഇതിൻ്റെ ഈ കായ നമുക്കിത് തിന്നാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കല്ല് മാറ്റി കല്ലിൻ്റെ അടിയിൽ വയ്ക്കും ഇത് പെട്ടെന്ന് പഴുക്കാനായിട്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ടൗണിലെ സമുദ്രത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ട്രീറ്റാണ് ബാറ്ററി സ്ട്രീറ്റ് എന്ന് പറയും. ഇതും വളരെ ഓൾഡ് സ്ട്രീറ്റിൻ്റെ സെക്ഷനിൽ പെട്ടതാണ്. 300-400 വർഷങ്ങൾ പഴക്കമുള്ള വീടുകളും സ്ട്രീറ്റുമാണ് ഈ കാണുന്നതും. നല്ല രസമാണ്. ഇത് ശരിക്ക് വാട്ടർ ഫ്രണ്ടേജ് സ്ട്രീറ്റ്. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെയൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വീട് മേടിക്കുന്നത്. ഒരു രക്ഷയിലാട്ടോ, നല്ല കിടിലൻ സ്ട്രീറ്റ്. എന്താ പറയുക, ജസ്റ്റ് നമുക്ക് മോർണിംഗിലൊക്കെ എണീറ്റ് നല്ല അടിപൊളിയായിട്ട് ജോഗിങ് ആയാലും വാക്കിംഗ് ആയാലും റണ്ണിങ് ആയാലും ഈ അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നുള്ള എന്താ പറയുക കടൽക്കാറ്റ്, ഒരു ബ്യൂട്ടിഫുൾ സീൻസ്, ഒരു രക്ഷയില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ശരിക്കും ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അതിലെ ഡയലോഗൊക്കെ ഓർമ്മ. കാരണം അദ്ദേഹത്തെ പോലെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ മലയാള വ്ളോഗിങ്ങിലൊന്നും ഇതുവരെ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കടമെടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരും: പൗരാണിക പഴമയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന അമ്പരചുംബികളായ കൊട്ടാര സദൃശ്യമായ വീടുകളും എന്നൊക്കെ പറയേണ്ടി വരും. ഒരു രക്ഷയിലാണ്. അത്രയും ബ്യൂട്ടിഫുൾ വീടുകളാണ് ഈ ഒരു സൈഡിലെ. ഈ ഒരു സ്ട്രീറ്റിൽ ഒരു വീടൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം 105 മില്യൺ രൂപയാണ്
ഒരു വീടിൻ്റെയൊക്കെ വില. ഈ ഒരു സൈഡിലെ നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് എൻക്വയറി ചെയ്തതാണ്. ഇതൊക്കെ ഓരോ സിംഗിൾ ഹൗസുകളാണ് ഈ കാണുന്നത്. കാണുമ്പോൾ നമുക്കൊരു അപ്പാർട്ട്മെൻ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ വീടുകളാണ്. ഈ കാണുന്ന വീട് 1886 ഒരു ഭൂകമ്പത്തിൽ പൂർണ്ണമായും നശിക്കപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ വീട്ടുടമസ്ഥർ അതിൻ്റെ എൻജിനീയറെ കൊണ്ട് വീണ്ടും അതേ മോഡലിൽ തന്നെ വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്ത വീടാണ് ഈ കാണുന്നത്. ഈ ടൗണിലെ മറ്റൊരു മർമ്മപ്രധാനമായൊരു സ്പോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സമുദ്രതീരത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഈ ടൗണിൻ്റെ തുടക്കം തന്നെ എന്ന് പറയാം മനോഹരമായൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് 1861 അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം. അതിൽ ഫെഡറൽ ഗവൺമെൻറ്റും അതേപോലെ സൗത്തിലെ സഖ്യകക്ഷികളും ചേർന്നാണ് യുദ്ധം ഉണ്ടായത്. അടിമത്ത വ്യവസ്ഥ നിർത്തുന്നതിന് ചൊല്ലിയുള്ള ചർച്ചയാണ് അവസാനം യുദ്ധത്തിൽ എത്തിച്ചേർന്നത്. സോ അന്ന് യുദ്ധത്തിൽ ഈ സൗത്തിൽ നിന്നും, അതായത് ഈ സഖ്യകക്ഷികളിൽ മരിക്കപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതിട്ടുള്ളൊരു സ്മാരക പാർക്കാണ് ഈ കാണുന്നത്. സോ ഇതിൻ്റെ ചരിത്രം ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഈ ടൗണിൻ്റെ 1843 പണി കഴിപ്പിച്ച സ്റ്റീവൻ ലേതർ ഹോം എന്ന് പറയുന്നൊരു വീടാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്, അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കാണത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു വീടാണെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും. പക്ഷേ ഈ പട്ടണത്തിൽ ഏറ്റവും പഴക്കം ചെന്ന, അതേപോലെ ഒരു സിംഗിൾ ഫാമിലി താമസിച്ചിരുന്ന ഏറ്റവും വലിപ്പമുള്ള വീടുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. 35 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അതേപോലെ 75 അടി ഉയരമുള്ള സ്റ്റെയർ കേസ്. അങ്ങനത്തെ ഒരു വീടാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത്. കൽഹൂനം മാൻഷൻ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഹോഴ്സ് കാരേജ് ടൂർ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഈ പട്ടണത്തിൽ അതേപോലെ 70 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങും പൊളിക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കില്ല. സോ ആ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെ തന്നെ നിലനിർത്താനാണ് ഉത്തരവ്. സോ അങ്ങനെ അതുകൊണ്ടാണ് ഇന്നും ഇത്രയും വർഷമുള്ള ബിൽഡിങ്ങുകളൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് അവരിന്നും ഇവിടെ സൂക്ഷിക്കുന്നത്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ ഈ ഒരു സ്ട്രീറ്റ് വഴി നടക്കാനും ഈ മാതിരി വീടുകളൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മൾ നടക്കുന്ന സ്ട്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൂറിസ്റ്റ് ഗൈഡ് ടൂറിസ്റ്റുകൾക്ക് ഈ ഭാഗത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുക, ശരിക്കും ഒരു 1ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയ കുട്ടികളെ പോലെയാണ് ചില ആൾക്കാർ കൈയൊക്കെ കെട്ടിന്ന് വളരെയധികമായിട്ട് ഇന്ന് ശ്രദ്ധിക്കുന്നത്. കാരണം അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച്. ഇത് മറ്റൊരു പ്രെസ്ബിറ്റേറിയൻ ചർച്ചാണ്. 1731 റോമൻ സ്റ്റൈലിൽ കൺസ്ട്രക്റ്റ് ചെയ്ത മറ്റൊരു പ്രെസ്ബിറ്റേറിയൻ ചർച്ചാണ്. അത് ഈ ടൗണിൻ്റെ മറ്റൊരു മുഖമുദ്രയാണ്. ഈ പട്ടണത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൗണിൽ ഒരുപാട് കോബിൾ സ്റ്റോൺ സ്ട്രീറ്റുകളുണ്ട്. അതായത് ഉരുണ്ട കല്ലുകൾ മാത്രം നിരത്തിയിട്ടുള്ള സ്ട്രീറ്റ് വഴികളുള്ള ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഇത് വൺ ഓഫ് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ടൗണിൽ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം 400-450 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പേവ് ചെയ്തിട്ടുള്ള കോബിൾ സ്റ്റോൺ പാതകളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇത്ര കാലം കഴിഞ്ഞിട്ടും അവർ ആ പഴമ, അതിൻ്റെ ഭംഗി അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം ഇതൊന്നും ടാർ ചെയ്യാതെ അവർ ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട് അത്ര ഭംഗിയായിട്ട്. 1681 പണിതിട്ടുള്ള ഒരു മനോഹരമായ ചർച്ചാണ് ഈ കാണുന്നത്. പൂർണ്ണമായും ചുവന്ന ഇഷ്ടികളും അതേപോലെ ഇരുമ്പിൻ്റെ ഷീറ്റുകൾ, മരങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് പണിതിട്ടുള്ള ഒരു ചർച്ചാണ് ഈ കാണുന്നത്. അതൊക്കെ ഇന്നും എന്താ പറയുക, ആ ഒരു ഭംഗിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ്സ് അമേസിങ് കൺസ്ട്രക്ഷൻ. ഒരു രക്ഷയില്ല, കിടു. സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരുപാട് ആർക്കിടെക്റ്റിൻ്റെ
മാന്ത്രിക വിരൽ സ്പർശങ്ങളൊക്കെ നടന്നിട്ടുള്ള മനോഹരമായൊരു ടൗണാണ് ഈ ടൗൺ. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ വേറെ ഒരു എന്താ പറയുക, ഈ ടൗണിൻ്റെ വേറൊരു ചരിത്രം കൂടി ഇതിൻ്റെ ഉണ്ട്. ഇത്രയും മനോഹരമായ ഈ ഒരു ടൗണാണ്, പക്ഷേ ഇതേപോലെ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള ഒരു സ്ഥലം വേറെ എന്താ പറയുക ഈ രാജ്യത്ത് കണ്ടെത്താൻ പാടാണ്. അത്രയധികം രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള, അത്രയധികം എന്താ പറയുക കൊല്ലും കൊലയും ഒക്കെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു ടൗൺ കൂടിയാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ടൗണിലെ സിറ്റി മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. 1788 പണി കഴിപ്പിച്ച ഈ പട്ടണത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തിക്കുന്ന മാർക്കറ്റാണ് ഈ സിറ്റി മാർക്കറ്റ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് അവിടുത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് മനോഹരങ്ങളായ കുറേ ആർട്ട് വർക്കുകളാണ്. പക്ഷെ ഒടുക്കത്തെ വില ഒരു രക്ഷയില്ല. ഈ പട്ടണത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളാണ് ഈ ആർട്ട് വർക്കുകൾ. ഒരു രക്ഷയിലാട്ടോ. സൂപ്പർ മാർക്കറ്റാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും. ഒരുപാട് ആർട്ട് വർക്കുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റുകൾ, എന്താ പറയുക ഈ പഴക്കം ചെന്ന പട്ടണത്തിൻ്റെ ആ പഴമ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഇവിടുത്തെ ഗിഫ്റ്റ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ട് ഈ മാർക്കറ്റ്. സെപ്റ്റംബർ മാസമായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെ ഫുൾ ഡെക്കറേഷൻ സെറ്റുകളൊക്കെ ഓൾറെഡി വിപണിയിൽ എത്തി തുടങ്ങി. ഒരു രക്ഷയില്ല. കളർഫുൾ ഏരിയ, വലിയൊരു ക്രിസ്മസ് ട്രീ. ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത, ഇത് വീതി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 25 ഫീറ്റ്, ഒരു 25 അടി അത്രയ്ക്കുള്ളൊരു വീതി. പക്ഷേ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്ട്രീറ്റ് തൊട്ട് മറ്റേ സ്ട്രീറ്റ് വരെ നീളത്തിൽ കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. നമ്മളിതിൻ്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സോ ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത് ഇറങ്ങി വന്നത്. ഇനി നമ്മളിതിൻ്റെ മറു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. എന്താ പറയുക, ഒരു 1700 കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുതരം പുല്ലുകൾ കൊണ്ട് നെയ്യുന്ന ബാസ്ക്കറ്റുകൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഒരുപാട് കരകൗശല വസ്തുക്കൾ, പ്രത്യേകിച്ച് മരങ്ങളിലൊക്കെ തീർത്ത നമ്മുടെ മിസ്റ്റർ ബുദ്ധൻ്റെ പ്രതിമ ഞാൻ കണ്ടെത്തി. പാഴായിട്ടുള്ള ചെമ്പ് കമ്പികൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള കരകൗശല സാധനങ്ങളാണ്. ചെമ്പ് കമ്പി, അതേപോലെ നട്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള സാധനമാണ്. സംഭവം ഒരു രക്ഷയില്ല. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നീളമാണ് ഈ മാർക്കറ്റിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയില്ലാത്ത ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആർട്ട് വർക്കുകളുടെ വൻ ശേഖരം തന്നെയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒത്തിരി സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കണ്ടു. എന്ത് മേടിക്കണം എന്നുള്ളതാണ്. കണ്ടെത്തി നമ്മുടെ നാട്ടിലെ നാരങ്ങ വെള്ളം, സോഡാ സർബത്ത്, നാരങ്ങ ഉപ്പുവെള്ളം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിറ്റി മോൾ അല്ലെങ്കിൽ ഈ സിറ്റി മാർക്കറ്റിൽ. എന്താ പറയുക, നമ്മൾ പുറമേ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു പഴക്കം ചെന്നൊരു ബിൽഡിങ്, പക്ഷേ അതിനകത്ത് അത്ര സെറ്റപ്പുകളാണ്. സോ ഗൈസ്, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ചാൾസ് ടൗണിനെ കുറിച്ചുള്ള നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ആസ് യൂഷ്വൽ ദ വണ്ടർസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങൾ തേടി, പുതിയ അറിവുകൾ തേടി നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദി വണ്ടർസ് കപ്പിൾ. ബൈ.